ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചകളിലെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഇത്രയും നാളെ നമ്മൾ കാണാൻ കാത്തിരുന്ന ആ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ്. കുറെ നാളെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ AN ജ്വല്ലറി തകർന്നു പോകണം, തകർന്ന് തരിപ്പണമാണ്. അവര് കള്ളത്തരത്തിലൂടെയും വഞ്ചനയിലൂടെയുമാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവരെ തറ പറ്റിക്കാനായിട്ട് ആദർശനും നയനയ്ക്കും ഒക്കെ കഴിയണം എന്നുള്ള അങ്ങനെ ആദ്യത്തെ അടി അവർക്കിട്ട് കിട്ടുവാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ പ്രഹരമാണ്. കുറെ നാളുകളായി AN ജ്വല്ലറി അങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. കള്ളക്കടത്ത് സ്വർണം കൊണ്ടൊന്നും പല രീതിയിൽ മൂർത്തി ജ്വല്ലറി തകർക്കാനൊക്കെ നോക്കി. പക്ഷെ ആ സമയത്തും ആദർശനയ്ക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കള്ളത്തരത്തിലൂടെയും വഞ്ചനയിലൂടെയും കൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അധികകാലം നിലനിൽക്കില്ല, അതിനൊന്നും അധികം ആയുസില്ല, അതിനെയൊക്കെ തറ പറ്റിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ള. അതുപോലെ തന്നെ ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു കഴിയുന്നതോട് കൂടിയിട്ട് AN ജ്വല്ലറി അസ്തമിക്കാൻ തുടങ്ങുമെന്ന്. അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു പുതിയൊരു ഡീല്, സ്വിറ്റ്സർലാൻഡുകാരുമായിട്ടുള്ള പുതിയൊരു ഡീല്. അങ്ങനെ ആ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹനി പോവാനായിട്ട് ഒരുങ്ങുവാണ്. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നിൽ ആദർശല്ലേ, പിന്നെ എന്തിനു ഭയക്കണം. അപ്പൊ AN ജ്വല്ലറിക്കാർക്കിട്ട് പണി കൊടുക്കാൻ തന്നെ ആദർശ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം AN ജ്വല്ലറിക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറി ആരും ചെല്ലുന്നില്ല. അനി അപ്പൊ കയറിയതല്ലേ ഉള്ളു MD ആയിട്ട്. അപ്പൊ അനിക്ക് അതിനുള്ള വൈദഗ്ധ്യം ഒന്നും ഇല്ല. അപ്പൊ അനി ചെല്ലുന്നില്ല. അപ്പൊ തങ്ങൾക്ക് തന്നെ ഡീല് കിട്ടും. പോരാത്തൊരു മാളവിക ഭയങ്കര ഡിസൈനറും കൂടെ ആണല്ലോ. അപ്പൊ മാളവിയെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നയനി ഇപ്പൊ കുറെ നാളായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുമായതുകൊണ്ട് നയനയ്ക്കൊന്നും സാധിക്കത്തുമില്ല. അപ്പൊ ഈ ഡീല് ഉറപ്പിച്ചു. അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഡീല് ഉറപ്പിക്കാൻ പോകുന്ന ദിവസം അബിയും പോകുന്നുണ്ട്. അപ്പൊ അബി നവിയോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഡേവിഡ് സാർ എന്നെ വിളിച്ചിട്ടുണ്ട്, മാനേജർ അല്ലേ, എന്റെ നല്ല ആത്മവിശ്വാസം ഉണ്ട്, അതുകൊണ്ടാണ് എന്നെയും കൂട്ടിക്കൊണ്ട് പോണേന്ന്. പക്ഷെ നവ്യയ്ക്ക് മനസ്സിലായിരുന്നു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന്. നവ്യ എന്താണോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇതങ്ങനെ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവില് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് അനി പോവാനായിട്ട് ഇറങ്ങണേ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അതോടൊപ്പം തന്നെ ആദർശിന്റെ നയനയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങി. അങ്ങനെ പോകുന്ന സമയത്തും ഈ പറയുന്ന ഡേവിഡിനോ നാഗേന്ദ്രനോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് നവ്യ നമിതയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ആ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ആദർശേണ്ണന് കൊടുത്തിരിക്കുന്നുണ്ട്. ആദർശേണ്ണൻ അത് വെച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇത്തവണ അവൻ കരഞ്ഞോണ്ടായിരിക്കും വരാൻ പോകുന്ന അബി. അവനും അവന്റെ ആ ഡേവിഡിനും ഒക്കെ കിട്ടാൻ പോകുന്ന ആദ്യത്തെ പ്രഹരമായിരിക്കും ഇതെന്ന്. പോകുന്നതിന് മുമ്പ് തന്നെ നാഗേന്ദ്രനെ കാണാനായിട്ട് ഡേവിഡും അബിയും കൂടെ ചെല്ലുന്നുണ്ട്. നാഗേന്ദ്രൻ പറഞ്ഞു, മോനെ, നീ കമ്പനിയുടെ മാനേജർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഡീലാണ് ഇത്, നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിലെനിക്കും ആത്മവിശ്വാസം ഉണ്ട് അച്ഛാ. അബിയും ഭയങ്കര ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. പോയിട്ട് വാ, അങ്ങനെയൊക്കെ പറഞ്ഞ് നാഗേന്ദ്രന് അനുഗ്രഹം ഉണ്ടായിരുന്നു. നാഗേന്ദ്രനെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. ഡേവിഡ് അബിയും കൂടെ പോകുന്ന പോലും മൂർത്തി ജ്വല്ലറിക്കാരില്ലെന്നുള്ള സന്തോഷത്തിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കയറിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ അനി ഈ ഡീലിന് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കാണിച്ച് അനി അവിടെ എത്തിക്കാതിരിക്കാനായിട്ട് AN ജ്വല്ലറിക്കാർ ശ്രമിക്കും. അങ്ങനെയാണല്ലോ അവര് ആ ബോംബെ കമ്പനിയുമായിട്ടുള്ള ഡീല് കൈയടക്കിയത്. ആദർശന് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തി കൊടുത്ത്. പക്ഷെ ഇവിടെ അതെന്താണെങ്കിലും അവർക്ക് സാധിച്ചില്ല. അവർക്ക് അറിയണ്ടായിരുന്നല്ലോ. അങ്ങനെ ഡീലിനുള്ള സമയമായി. CEO കാര്യങ്ങളെല്ലാവരും വന്നു, എല്ലാവരും ഇരുന്നു. കൊട്ടേഷനും കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കൃത്യസമയത്ത് തന്നെ അനി ഹാജരായി. അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡേവിഡും അതുപോലെ അബി ഒന്ന് ഞെട്ടി. ഇവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ വന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഒടുവില് ഡീലൊക്കെ നോക്കി എല്ലാം നോക്കുക മാത്രമല്ല, പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ഈ പറയുന്ന നയനയായിരുന്നല്ലോ മാളവികയ്ക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചോണ്ടിരുന്നേ. അതുകൊണ്ട് നയന സാധാ ഒരു ഡിസൈനാണ് മാളവികയ്ക്ക് വരച്ചു കൊടുത്തത്. അതിനേക്കാൾ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് മൂർത്തി ജ്വല്ലറി സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ ഒടുവില് മൂർത്തി ജ്വല്ലറി ഡിസൈനും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ AN ജ്വല്ലറിക്കാരും കുറെ വേറെ ജ്വല്ലറിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി അങ്ങനെ അനി തന്റെ ഡിസൈനും കാര്യങ്ങളും കൊട്ടേഷനും എല്ലാം കൊണ്ടു കൊടുത്തു. അപ്പം നവ്യ നേരത്തെ AN ജ്വല്ലറിക്കാരുടെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്തോണ്ട് ആദർശന് എളുപ്പമുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആദർശ്. അങ്ങനെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴും
അബിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു, എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അനിയെ നോക്കി ഒരുമാതിരി ആക്കി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. എന്ത് കാണാനടാ, നാണം കെടാൻ വേണ്ടി വന്നല്ലേടാ എന്നുള്ള രീതിയിൽ ഈ ഡീല് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് എൻ ജ്വല്ലറിക്കാരോ കൊണ്ടുപോകത്തോളം എന്നുള്ള രീതിയിലായിരുന്നു. നീ എന്നെ മൂർത്തി ജ്വല്ലറിൽ നിന്ന് അടിച്ചിറക്കി, പക്ഷെ ഇവിടെ നിനക്കത് പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേങ്കില് ഡീല് വായിക്കുന്ന സമയത്ത് ആർക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ശരിക്കും ഡേവിഡും അഭിയും ഞെട്ടിപ്പോയി. മൂർത്തി ജ്വല്ലറിക്കാണ് ഡീല് കൊടുത്തത്. അവർക്ക് വേണ്ടി ഡീല് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ സമയം അനിയൊന്ന് അഭിയെ നോക്കി ഒന്ന് ചിരിക്കുവാണ്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല ആ നിമിഷം വരെ. അങ്ങനെ അവർ ഡീൽ ഉറപ്പിച്ചു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി അഭിയോട് പറഞ്ഞു, നീ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ ഞാൻ ഡീൽ ഉറപ്പിക്കാൻ വരുമെന്നുള്ള കാര്യം. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? മൂർത്തി ജ്വല്ലറി പിന്മാറിയെന്നോ ഈ ഡീലിന്നോ? ഒരിക്കലും ഇല്ലടാ. അതെ, ഒരു തകർച്ച പറ്റിയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഡേവിഡിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഡേവിഡ് സാറേ, മുമ്പ് നിങ്ങള് എന്റെ ആദർശേണ്ണ മയക്കുമരുന്ന് കൊടുത്ത് ആദർശേണ്ണ മയക്കി കിടത്തി ഡീൽ ഉറപ്പിച്ചു, പക്ഷെ ഇത്തവണ നടന്നില്ലല്ലേന്ന് ചോദിച്ചു. കളിക്കുമ്പോ ഇങ്ങനെ നേരെ കളിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇതിൽ പരൊരു അടി കിട്ടാനുണ്ടായിരുന്നില്ല. ശരിക്കും നാണം കെട്ടുപോയി ഡേവിഡും അവിയൊക്കെ. ഈ സമയം നാഗേന്ദ്രനൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്ന, ഇപ്പൊ ഡീൽ ഉറപ്പിച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ട് തന്റെ മോനും ഡേവിഡും കൂടെ വരുമെന്ന് ഓർത്തിട്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആ സങ്കട വാർത്ത നാഗേന്ദ്രൻ അറിയണേ. ഡീല് കിട്ടിയില്ല, അത് മൂർത്തി ജ്വല്ലറിക്കാർ കൊണ്ടുപോയെന്നുള്ള കാര്യം. തലയ്ക്ക് നട്ടപ്പുറം ഒരു കൂടം കൊണ്ട് അടിച്ച പ്രതീതിയായിപ്പോയി. ഒരു നിമിഷത്തേക്ക് നാഗേന്ദ്രൻ ഞെട്ടിപെറിച്ചു പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം ഏൻ ജ്വല്ലറിക്കാർ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡീൽ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫിന് മുകളിലേക്ക് ഉയർന്നു വരും. ഇങ്ങനെ ഒരു 2 ഡീലൂടെ കിട്ടുവാണെങ്കിൽ അവരായിരിക്കും വീണ്ടും 1ാം സ്ഥാനത്തേക്ക്. ഇപ്പൊ തന്നെ ഈ ഡീല് കിട്ടിയതോട് കൂടിയിട്ട് അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. 4ാം സ്ഥാനത്തായിരുന്നു അവർ ഉണ്ടായിരുന്ന മൂർത്തി ജ്വല്ലറി കുറച്ച് നാളുകളായിട്ട്. പക്ഷെ വീണ്ടും വേണ്ടേ, അതിന് കയറിയതിന് ശേഷം വീണ്ടും കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്താ എങ്ങനെയാണെന്നൊന്നും നാഗേന്ദ്രന് മനസ്സിലായതുമില്ല. പിന്നീട് ഡേവിഡും അഭിയും കൂടെ നാഗേന്ദ്രനെ കാണാൻ ചെല്ലുന്നുണ്ട്. നാഗേന്ദ്രന് അഭയോട് വെച്ച്, നിന്നോട് ആരോടാ പറഞ്ഞേ അവര് ഡീലിന് വരത്തില്ല എന്ന്? അത് പിന്നെ അതിന് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. എങ്കിലും ഇത് ചതിയായിരുന്നു. ഈ ചതിക്ക് പിന്നിൽ മിക്കവാറും അനന്തമൂർത്തി കാണും, അല്ലെങ്കിലോ ആദർശ് കാണുമായിരിക്കും. എല്ലാരും കരുതി കൂട്ടിയാ ചെയ്തേന്ന് പറഞ്ഞു. നമ്മുടെ ഡിസൈനേക്കാൾ നല്ല ഡിസൈനിങ് നയനെ വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്കത് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ അഭി പറയുകയും ചെയ്തു. ഞാൻ കരുതിയത് അവര് വരത്തില്ല എന്ന് കരുതിയിരുന്ന. അങ്ങനെ എന്താണെങ്കിലും ഡീല് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആദർശനൊക്കെ. അതിന് ആദ്യം ആദർശനെ കാണാനായിട്ടാണ് പോയത്. ആദർശനെ നയനയും കണ്ടു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം പോയത് വീട്ടിലേക്ക് പോയി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ കാര്യം പറഞ്ഞു. മുത്തശ്ശൻ അനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം തകർച്ചയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ആ സമയത്ത് അനി പറഞ്ഞു, ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, ഇതിന്റെ ക്രെഡിറ്റ് ആദർശേണ്ണുള്ളതാണ്. ആദർശേണ്ണൻ കാരണം മുത്തശ്ശ ഈ ഡീൽ എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുത്തശ്ശൻ അത് പെട്ടെന്ന് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ആദർശിനെ പുറത്താക്കിയിരിക്കുമല്ലേ. ആദർശിനെ പുറത്താക്കിയതിന്റെ പിന്നിലെ കാരണം മൂർത്തി ജ്വല്ലറി 1ാമതെത്താൻ വേണ്ടി മാത്രമാണ്. അത് പക്ഷെ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ലല്ലോ. ഈ സന്തോഷം അനി നന്ദുവായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. നവ്യയ്ക്ക് ഇരട്ടി സന്തോഷമായിരുന്നു. കാരണം തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഭിയെ തറ പറ്റിക്കാന്നുള്ള. ഒരു കാരണവശാലും ഏൻ ജ്വല്ലറിക്കാർ കയറി വരരുത്. ആ ഡേവിഡ് എന്ന് പറയുന്നവൻ തന്നെയും കൂടെ ചതിച്ച ചന്തുമോള് അഭിയുടെ കുഞ്ഞല്ലെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ചതിയമാർക്കിട്ടല്ല ആദ്യത്തെ പണി നവ്യയും കൂടെ ചേർന്നിട്ടാണ് കൊടുക്കുന്നത്. ഏൻ ജ്വല്ലറിയുടെ MD എല്ലാരും കൂടെ ചേർന്ന് ദുഃഖം പങ്കുവെക്കുമ്പോ മൂർത്തി ജ്വല്ലറിക്കാർ അങ്ങനെ സന്തോഷം പങ്കുവെക്കുവാണ്. അപ്പം നന്ദുവിനും എല്ലാവർക്കും ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അനി വിളിച്ച് നവീനെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, വേണ്ട വിളിക്കണ്ട, നമ്മൾ രണ്ടും മാത്രം മതി എന്ന് പറഞ്ഞു. എനിക്കെന്തോ നവീനെ വിളിക്കുന്നതിനോടൊത്തും താല്പര്യം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഇനി പ്രശ്നമാകുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ കഴിഞ്ഞു പോവാണ്. അപ്പൊ എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറി തറ പറ്റിക്കണം എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ നാഗേന്ദ്രന്. ഇനി അടുത്ത തിരിച്ചടി കൊടുക്കണം. ഇതെന്താണെങ്കിലും കിട്ടിയ ഒരു അടി തന്നെയാണ്. പക്ഷെ ഇതിന് പ്രതിഫലമായിട്ട് 2ാമതൊരു തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ സാധിക്കുമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അഭിയൊക്കെ തകർന്നു പോയി. അഭിയുടെ തകർച്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യയ്ക്ക് ശരിക്കും ചിരിയാണ് വന്നത്. എടാ തുടങ്ങിയിട്ടുള്ളൂ നവ്യ, ഒന്നും വായിട്ടില്ല, വെടിക്കുട്ടിനും തീ കൊളുത്തിയിട്ടുള്ളൂ, ഇനിയാണ് പൊട്ടാനായിട്ട് പോകുന്നേ, നിന്നെ ഞാൻ ഇല്ലാതാക്കൂടാ എന്നൊക്കെയായിരുന്നു അഭിയെ കണ്ടു കഴിയുമ്പോഴത്തേനും നവ്യയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നേ. അതുപോലെ തന്നെ ജലജയൊക്കെ തകർന്നു പോയി. അവൻ കയറി ഉടനെ തന്നെ ആദ്യത്തെ അടി കിട്ടുകയും ചെയ്തല്ലോ. പിന്നീട്
മുത്തശ്ശൻ നയനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം മുത്തശ്ശന് മനസ്സിലായി നയന പ്രഗ്നന്റും കൂടെ ആയിട്ടിരിക്കുന്ന സമയമല്ലേ, ഇനി കൂടുതൽ അവൾക്ക് ടെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അവളോട് സത്യങ്ങളെങ്കിലും തുറന്നു പറയണം. അതിനുവേണ്ടി മുത്തശ്ശൻ്റെ ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് മോളെ തനിച്ച് കാണണം, മോള് കാവിലേക്ക് വരണം, കുടുംബക്ഷേത്രത്തിന്റെ ഒരു കാവുണ്ട് അവിടെ വരണമെന്നും പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ അയച്ചു. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അങ്ങോട്ട് ചെല്ലാൻ മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ട്, എന്തേലും സംസാരിക്കാനായിട്ടായിരിക്കും. അങ്ങനെ നയന ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ നയനയോട് ആ കാര്യങ്ങളൊക്കെ പറയണേ. ഞാൻ എന്തുകൊണ്ടാണ് ആദർശിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് കാരണം വ്യക്തമാക്കുവാണ്. അവിടേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ അവന് സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്, അല്ലാതെ അവനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നയന പറഞ്ഞു, എനിക്കറിയായിരുന്നു മുത്തശ്ശ, മുത്തശ്ശന്റെ മനസ്സിലെ സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ആദർശേണ്ണ എന്നോട് ദേഷ്യം തോന്നാനായിട്ട് മുത്തശ്ശന് സാധിക്കില്ല എന്നറിയാം. കാരണം മുത്തശ്ശന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൊച്ചുമോനാണ് ആദർശേണ്ണ. അപ്പൊ പിന്നെ ആദർശേണ്ണെ മുത്തശ്ശനെ സ്നേഹിക്കും എന്നുള്ള കാര്യങ്ങളും എനിക്കറിയായിരുന്നു പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് മോള് ഇത് ആരോടും പറയണ്ട, മൂർത്തി ജ്വല്ലറി എന്താണെങ്കിലും ഏറ്റവും മുന്നോട്ട് തന്നെ പോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒന്നാമതെത്തട്ടെ, ആദർശിന്റെ കൈയും പിടിച്ച് മോൾ അങ്ങോട്ട് കയറി വരണം, അതിനുശേഷം മാത്രം സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞില്ല മുത്തശ്ശ, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ മോള് ഗർഭിണി ആയതുകൊണ്ട് മാത്രം മോളോട് ഇത് പറയുന്നേ, മോളുടെ മനസ്സിന് വിഷമമൊന്നും തട്ടാത്ത രീതിയിൽ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും പറയില്ലായിരുന്നൊക്കെ പറഞ്ഞു. നയനയ്ക്ക് നല്ല സന്തോഷമായിരുന്നു മുത്തശ്ശന്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ. ഈ സമയത്ത് നവ്യ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത പണി കൊടുക്കണം, ഒന്നാമത്തെ പണി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നവീൻ ആ കാര്യങ്ങൾ അറിയുന്നുണ്ട്. നയനയെ ജയിലിൽ നിന്നൊക്കെ പുറത്തിറക്കാനായിട്ട്, ജയിലിൽ നിന്നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സഹായിച്ച നവ്യ എന്നുള്ള കാര്യം അതൊടുവിലാണ് നവീൻ ആ സത്യങ്ങളെ തിരിച്ചറിയുന്നത്. പിന്നീട് നവ്യയെ പോയി കണ്ടു കഴിയുമ്പോഴത്തേനും നവ്യ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, ചന്തുമോളുടെ അച്ഛനാണ് അബി എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പം നയനയുടെ ഒപ്പം നിൽക്കുന്നത്. പക്ഷെ തൽക്കാലത്തേക്ക് നവീൻ ഇത് ആരോടും പറയരുത്, എനിക്ക് കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പം മുന്നോട്ട് പോകണമെന്നുള്ളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇത്രയും നാളും കത്തി കയറിക്കൊണ്ടിരിക്കുമായിരുന്നു AN ജ്വല്ലറി, അവർ അടിപതറി പോകാനായിട്ട് പോവാണ്. നാഗേന്ദ്രന്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരും. ആദർശം നയനയും നവി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒടുവിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് നാഗേന്ദ്രൻ ആരാ എന്താന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ചിട്ടുകൊണ്ടുവരും. അബിയുടെ അച്ഛനാണ് നാഗേന്ദ്രൻ എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. അതോടുകൂടി നാഗേന്ദ്രന്റെ കാര്യത്തിലൊരു തീരുമാനവും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.